കോൺഗ്രസ് ഇവിടെ നിലനിന്നിരിക്കുന്നത് എങ്ങനെയാണ്? അത് മുസ്ലിം പ്രീണനത്തിലൂടെ തന്നെയാണ്. നായരായ ഒരു വ്യക്തിയുടെ വീട്, അപ്പുറത്തിരിക്കുന്ന SNDP-കാരൻ്റെ വീട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നാളെ NSS SNDP തമ്മിലൂടെ വലിയ അടി നടക്കും. മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ് എന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അവരതിനെ മാറ്റി പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അതിന് മുമ്പ് കുറേ കമ്മ്യൂണിറ്റീസിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു തലത്തിലെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഷെഹ്റ ബാനു കേസ് കേരളം അല്ല ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത കേസാണ്. ആ ഒരു സ്ത്രീ 80 വയസ്സോളം ഉള്ള ഒരു സ്ത്രീ, അതുപോലെ തന്നെ അവർ ശ്രീരാമനെ ഭയക്കുന്നുണ്ട്, ശ്രീരാമന്റെ തിരിച്ചുവരവിനെ ഭയക്കുന്നുണ്ട്, ആ ക്ഷേത്രത്തിനെ ഭയക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിലെ ചർച്ചകളിലൊരു ബൈറ്റ് ഞാൻ കണ്ടായിരുന്നു. BJP അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഭയക്കുന്ന രാവണന്മാരെ നമ്മൾ ഭയക്കുന്ന കേൾക്കേണ്ട കാര്യവും നമുക്കില്ല. ഇവര് ചർച്ച നടത്തുന്നത് മുഴുവൻ അദ്ദേഹം പറയുന്ന വിഷയങ്ങളിൽ നിന്നുകൊണ്ടാണെന്നേ. എന്നിട്ട് ഇവര് തന്നെ പറയുന്നു പ്രധാനമന്ത്രി അജണ്ട സെറ്റ് ചെയ്യുന്നില്ല. സാക്ഷാൽ AK ആന്റണി എങ്ങനെയാ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം ജയിക്കേണ്ടി വരുന്നത്? അദ്ദേഹം തന്നെ തുറന്നു പറയേണ്ടി വരുന്നില്ല, ഇവിടെ ന്യൂനപക്ഷ പ്രീണനം നടത്തുകയാണ്. നമസ്കാരം. ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രചാരണ രീതികളിലും സ്വഭാവത്തിലും മുന്നണികളിൽ വലിയ മാറ്റങ്ങൾ, പ്രകടമായ മാറ്റങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഘട്ടങ്ങളിൽ അത് എങ്ങനെയായിരിക്കും ബാധിക്കുക? പരിശോധിക്കാം. എനിക്കൊപ്പം ഉള്ളത് BJP നേതാവ് യുവരാജ് ഗോകുലാണ്. യുവരാജ്, നമസ്കാരം. വലിയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ പ്രചരണം തുടങ്ങിയ സമയം തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പോൾ 1ഉം 2ഉം ഘട്ടം പൂർത്തിയായി. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേൾക്കുന്നത് BJPയും മോദിയും വർഗീയത ഉപയോഗിക്കുന്നു, വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ വർഗീയത കൊണ്ടുവരുന്നത്? അത് ഈ പറയുന്നവർ തന്നെയല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? അല്ല, ഇതിനകത്ത് കേരളത്തിൽ ഈ വിഷയം വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രശ്നം. നോക്കൂ, ഇവിടെ ഈ മോദി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ പറയുന്ന കാസ്റ്റ് സെൻസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോൺഗ്രസ് ഉപയോഗിച്ചിരിക്കുന്നു. സ്വത്തുകൾ പിടിച്ചെടുക്കുക, ഇവിടെ ഫൈനാൻഷ്യൽ സർവേ നടത്തും. ഈ ഫൈനാൻഷ്യൽ സർവേ നടത്തിയിട്ട് ഏതൊക്കെ ജാതിയുടെ കയ്യിലാണ് എത്രയൊക്കെ അസറ്റ് ഉള്ളതെന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം ഇത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു കാര്യം. ഇവിടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞത് കൊണ്ടുവന്നത് ആരാണ്? കോൺഗ്രസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ് ഇത് സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ തന്നെയും ഒരു സ്പീച്ചുണ്ട്. ഏതൊക്കെ ജാതിയുടെ കയ്യിലാണ് എന്തൊക്കെ ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ടാണ് റീഡിസ്ട്രിബ്യൂഷൻ വരാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഇതിനെ എടുത്തു പറയുക മാത്രമേ നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇവർ ജാതി മാത്രമല്ല, ഇവരതിനകത്ത് ജാതികളെല്ലാം വിവിധ ജാതികളുടെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ മൈനോറിറ്റീസ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ അപകടം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹിന്ദുക്കളെ ജാതീയമായിട്ട് വിഭജിക്കുകയാണ്. ഇപ്പം എനിക്ക് ഇതിനകത്ത് ഇവരൊരു ക്ലാരിറ്റി രാജ്യത്തിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം. വെറുതെ ഒരു വരിയിൽ അങ്ങ് പറഞ്ഞു പോകാൻ കഴിയുന്ന ഒരു സാധനമല്ല. ക്ലാരിറ്റി ഇൻ ദ സെൻസ്, ഇപ്പോൾ കേരളത്തിൽ നായർ കമ്മ്യൂണിറ്റി ഉണ്ട്, SNDP ഉണ്ട്, പിന്നെ SC കമ്മ്യൂണിറ്റിയിൽ തന്നെ പുലയരുണ്ട്, പറയരുണ്ട്, തണ്ടാരുണ്ട്, അങ്ങനെ വിവിധങ്ങളായിട്ട് ജാതികളുണ്ട്. രാഹുൽ ഗാന്ധി എന്നെ പറയുന്നത് ഏറ്റവും വലിയ ജാതിക്കാണ് ഏറ്റവും കൂടുതൽ ഷെയർ ഓഫ് അസറ്റ് കിട്ടേണ്ടത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ജാതികൾ തമ്മിൽ ഇപ്പോൾ കേരളത്തിലുള്ള ഈ സോ കോൾഡ് ചെറിയ ചെറിയ ജാതികളെന്ന് പറയുന്നത് ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസ് ആയിട്ടല്ലേ നിലനിൽക്കുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ രാജ്പുട്ട് കമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ ഇവിടെയുള്ള ഈ പറയുന്ന കമ്മ്യൂണിറ്റീസിനേക്കാളും എത്രയോ വലുതായിരിക്കും രാജ്പുട്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്കുന്ന ഗൗണ്ടർ കമ്മ്യൂണിറ്റി എത്രയോ വലുതായിരിക്കും. ഇനി ഗൗണ്ടർ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള ഉപജാതികളിലേക്ക് അവർ പോകുമോ? ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന മലയാള ബ്രാഹ്മണനുണ്ട്, തമിഴ് ബ്രാഹ്മണനുണ്ട്, തുളു ബ്രാഹ്മണനുണ്ട്, ഇതിൻ്റെ പിഷാരടി പോലുള്ള വേറെ ചില കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇതെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നാളെ ഈ സ്വത്തുക്കളെല്ലാം കൂടി സർക്കാർ പിടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മളിന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് നമുക്ക് തന്നെയാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. ഒരു കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ സർവേ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇവർ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിൽക്കാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏതാണ്ട് 18-20% വരുന്ന ഒരു പോപ്പുലേഷനാണ്. 15% മുകളിലുള്ള പോപ്പുലേഷനാണ്. അപ്പോൾ ഹിന്ദുക്കൾ ജാതീയമായി തിരിഞ്ഞു എല്ലാവരും. മുസ്ലിം കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ അവിടെ നിൽക്കുകയാണ്. ഇനി അതിൽ തന്നെ സുന്നി ഷിയ അഹമ്മദിയ എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും ഷിയ അഹമ്മദിയൊക്കെ വളരെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. ഏറ്റവും മേജർ കമ്മ്യൂണിറ്റി സുന്നി കമ്മ്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന സ്വത്തുക്കളുടെ മേജർ ഷെയർ പോകാൻ പോകുന്ന ആർക്കാണ്?
അവിടേക്കാണ്. സുന്നി കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെയാണ്. ഇതൊരു അപകടകരമായ സാധനം തന്നെയല്ലേ ശരിക്കും സംഭവിക്കുന്നത്. നമ്മളൊരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് സംസാരിക്കുന്നതല്ല. അപ്പം അങ്ങനെ സംസാരിക്കേണ്ടുന്നൊരു സാഹചര്യം ഇവിടെ ക്രിയേറ്റഡ് ആകുന്നതാണ്. അല്ല, കംപ്ലീറ്റ് ചെയ്യട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അവരിപ്പോൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നായരായ ഒരു വ്യക്തിയുടെ വീട്, അപ്പുറത്തിരിക്കുന്ന SNDP-കാരൻ്റെ വീട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നാളെ NSS SNDP തമ്മിലൂടെ വലിയ അടി നടക്കും അല്ലേ? ഇതിൻ്റെ ഇടയിൽ കൂടെ പുലിയ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത് അവർ തമ്മിൽ അടി നടക്കും. ഞങ്ങൾക്കാണ് കിട്ടേണ്ടത്, ഞങ്ങൾക്കാണ്. ഇതിലും ഭീകരമായിരിക്കും നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അല്ലേ? ഹിന്ദുക്കള് ജാതി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നൊരു സാഹചര്യം ഇന്ത്യയിലുണ്ടാകും. അപ്പൊ ഇത് ഈ പറയുന്ന ഒരു പ്രോജക്റ്റ് ഇവർ റൺ ചെയ്യുന്നതിന്റെ പിറകിലുള്ള അപകടം നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഇതെന്തിനാണ് ഇവർ ഈ പ്രോജക്റ്റ് റൺ ചെയ്യുന്നത്? ഇവർ ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിനെ വലിച്ച് 20, 30, 40, 50 വർഷം പുറകിൽ കൊണ്ട് കെട്ടുന്ന പണിയാണ് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ പ്ലസ് ആണ് മായേച്ചി ഇപ്പോൾ സൂചിപ്പിച്ച വിഷയം. മൻമോഹൻ സിംഗിന്റെ സ്പീച്ച് എന്ന് പറയുന്നത് 2006 മൻമോഹൻ സിംഗ് പറയുന്ന രാജ്യത്തിന്റെ റിസോഴ്സിന്റെ ഫസ്റ്റ് ആരാണ് ഇതെന്ന് പറയുന്ന റൈറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ് എന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അവരതിനെ മാറ്റി പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അതിന് മുമ്പ് കുറെ കമ്മ്യൂണിറ്റീസിന്റെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. അല്ല, മൻമോഹൻ സിംഗ് പറയുന്നുണ്ട്, പിന്നോക്ക വിഭാഗങ്ങളുടെ ഒക്കെ പേരുകൾ എടുത്തു പറയുന്നുണ്ട്, ഇതൊക്കെ സമ്മതിച്ചു. പക്ഷെ എന്നിട്ട് ഒടുവിൽ പറയുന്നത് അതിൽ പ്രയോറിറ്റി സ്പെഷ്യലൈസ് ചെയ്തു കൊടുക്കേണ്ടത് അത് മുസൽമാനാണെന്ന് പറയുന്നത്. എന്തിനാണ് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി? അല്ല, അതാണ് ആ കോൺഗ്രസ് ഇവിടെ നിലനിന്നിരിക്കുന്നത്. എങ്ങനെയാണ് അത്? മുസ്ലിം പ്രീണനത്തിലൂടെ തന്നെയാണ്. ഇവർക്ക് പിന്നെ അത് മാറ്റി പറയാം. ഇപ്പൊ നമുക്ക് ഇത് അത്ര നിഷ്കളങ്കമായി അങ്ങ് പറയേണ്ട കാര്യമല്ല. കാരണം നമ്മളൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് പല തരത്തിലുള്ള പ്രചരണങ്ങളും നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ കാണുന്നതാണ്. ഇവര് മഹല്ല് കമ്മിറ്റികളിൽ അവിടെ ഇവിടെ എല്ലാം പോകുന്ന സമയത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ അവിടെ പോകുമ്പോൾ പറയുന്നത്, നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിയാമല്ലോ, മൻമോഹൻ സിംഗ് പോലും അന്ന് പറഞ്ഞത് ഫസ്റ്റ് ഇത് മുസ്ലിംസിനാണെന്നാണ്. ഇതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. പിന്നെ അവർ ബഹളമൊക്കെ വെച്ചപ്പോൾ നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയേണ്ടി വന്നെങ്കിലും യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് എന്തുമാത്രം ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ള തലത്തിൽ. ഇത് ലോക്കൽ ഇലക്ഷൻ സമയത്ത് താഴെത്തട്ടി സംഭവിക്കുന്ന കാര്യമാണ്. ഇതിനകത്ത് ഇതാരും മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെയാണ് ഇവർ പലയിടത്തും സംസാരിക്കുന്നത്, വീടുകളിൽ സംസാരിക്കുന്നത്, ഈ പറയുന്ന ജമാഅത്തുകളിൽ പോയി സംസാരിക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് സംസാരം. അപ്പം ഇതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. 2006, 2009 തിരഞ്ഞെടുപ്പിൽ തിരിച്ചു വരുന്നതിൽ ഉൾപ്പെടെ കോൺഗ്രസിന് ഇതൊരു പരിധിക്കപ്പുറം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 140 സീറ്റുകൾ മാത്രം ജയിച്ച് വന്ന ഒരു പാർട്ടി ഒറ്റയടിക്ക് 200 മുകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിലുള്ള പ്രീണനങ്ങളിലൂടെ തന്നെയാണ്. അപ്പോൾ അവര് വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല, അവര് പൊളിറ്റിക്കലി ലക്ഷ്യം വെച്ചിരിക്കുന്നത് മൈനോറിറ്റി അപ്പീസ്മെന്റ് ആണ്, വിശിഷ്യ മുസ്ലിം അപ്പീസ്മെന്റ് തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള ഈ പീഡനം അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ ഘോരഘോരം പറയുന്ന മുസൽമാനു വേണ്ടി സംസാരിക്കുന്ന ഇവർ 10-65 വർഷം ഭരിച്ചതാണ്. അന്ന് സംരക്ഷിക്കാമായിരുന്നില്ലേ ഈ മുസൽമാനെ? അതുണ്ടായോ? അല്ല, അതുണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഡയറക്റ്റ്ലി അവർക്ക് ഭരണം ഉണ്ടായിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ബേസിക്കലി ഒന്ന് കശ്മീരിൽ അവർക്കുണ്ടായിരുന്നു എന്ന് പറയും. പക്ഷെ കശ്മീരിൽ അവർക്ക് വികസനമായിരുന്നില്ല പ്രധാനം, മറ്റു പലതുമായിരുന്നു. കശ്മീർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുക എന്നുള്ള തലത്തിലുള്ളതായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടികളുടെ എല്ലാം പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലാണ് പിന്നീട് അങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള പ്രസൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഗുണം കമ്മ്യൂണിറ്റിക്ക് കിട്ടിയിട്ടുണ്ട്, ഇല്ല നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇന്ത്യയിൽ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു സ്റ്റാറ്റസ് എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ വളരെ ഫോർവേഡാണ് അവർ ഫൈനാൻഷ്യലി ആയിരുന്നാലും എഡ്യൂക്കേഷണലി കൾച്ചറലി എല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ ഫോർവേഡാണ്. അതിനൊരു പ്രധാനപ്പെട്ട റീസൺ ലീഗിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്, അല്ല നമുക്ക് പറയാൻ കഴിയില്ല. അത് അവരുടെ കയ്യിൽ ഡയറക്റ്റ്ലി നിൽക്കുകയും വ്യവസായ വകുപ്പ് അവർ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ബാക്കി ഇന്ത്യയിൽ മുഴുവനുള്ള സ്ഥലങ്ങളിലും ഇവരെ എല്ലാവരും അവരവരുടെ വോട്ട് ബാങ്കുകളായിട്ട് മാത്രം പരിഗണിച്ചിട്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ വാലായിട്ട്, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയുടെ വാലായിട്ട്, ഇങ്ങനെ ഒട്ടുമുക്കാൽ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ വാലായിട്ട്, കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു ഓപ്ഷനും
മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇല്ല എന്നുള്ള തലത്തിൽ മധ്യപ്രദേശ് ആയാലും ഗുജറാത്ത് ആയാലും രാജസ്ഥാൻ ആയാലും ഈ ഒരു തലത്തിൽ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിത നിലവാരം ഉയരാൻ വേണ്ടിയിട്ടുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യവും അവർ ചെയ്തു കൊടുത്തിരുന്നില്ല. മുസ്ലിം പ്രീണനം അവർ നടത്തിയിരുന്നത് മറ്റൊരു തലത്തിലാണ്. മറ്റൊരു തലത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷെഹ്റ ബാനു കേസ് കേരളം അല്ല ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത കേസാണ്. ആ ഒരു സ്ത്രീ 19 വയസ്സോളം ഉള്ള ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് അവർക്ക് മുത്തലാഖ് നൽകിയതിനെതിരായിട്ട് കൊടുത്തിരിക്കുന്ന അതിനെതിരെ അവർ കോടതിയിൽ പോകുന്നു, അനുകൂലമായിട്ട് വിധി സമ്പാദിക്കുന്നു. ഒടുവിൽ പാർലമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് അവരതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് അന്ന് രാജീവ് ഗാന്ധി സർക്കാർ തയ്യാറാകുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് കാണുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കുന്ന സാഹചര്യം ഉണ്ടായി. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി അവർക്കെതിരായി എന്നുള്ളത് കൊണ്ട് തോൽക്കുന്ന സാഹചര്യം ഉണ്ടായി. സുപ്രീം കോടതി വിധി വന്നപ്പോൾ യൂണിയൻ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്നുള്ളതിന്റെ പേരിൽ അങ്ങനെ കോൺഗ്രസ് വളരെ കാര്യമായിട്ട് തന്നെ പൊളിറ്റിക്സിനകത്തേക്ക് ഈ പറയുന്ന മതപരമായ ഇടപെടലിനുള്ള സ്പേസ് തുറന്നിട്ട് കൊടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രീണനങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെച്ചിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല, അവിടെ മുസ്ലിം പുരുഷനെ മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ ബെനിഫിറ്റ് മാത്രമേ നോക്കൂ, ഒരിക്കലും മുസ്ലിം സ്ത്രീയുടെ ബെനിഫിറ്റ് അവരവിടെ നോക്കുന്നില്ല. അപ്പോൾ ഈ തലത്തിലേക്ക് അവർ ആ സാധനത്തിനെ കൊണ്ടുവന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് ഒരു മുസ്ലിം പ്രീണനം നടത്തുന്നുണ്ട്. ഇപ്പോൾ രാമജന്മഭൂമി വിഷയമായിക്കൊണ്ടുപോട്ടെ, എല്ലാവർക്കും അറിയാം രാമജന്മഭൂമിയിൽ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ആ കോടതി വിധി വ്യക്തമായിട്ട് പഠിച്ച എല്ലാവർക്കും കൃത്യമായിട്ടും കഴിഞ്ഞ 500 വർഷത്തിൽ അവിടെ ആരാണ് ആരാധന നടത്തിയിരുന്നത് എന്നുള്ള കാര്യത്തിൽ പോലും സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഹിന്ദുക്കൾ അവിടെ ആരാധന നടത്തിയിരുന്നു, കഴിഞ്ഞ 500 വർഷത്തിൽ ആരാധന നടത്തിയിരുന്നു. നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ അങ്ങനെയൊന്നും അല്ല അത് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ പോലും അവർ ഹിന്ദുക്കളാണ് നടത്തിയിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യങ്ങളിൽ എല്ലാത്തിലും കോൺഗ്രസ് ഒരു വൺ സൈഡ് നിലപാട് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും എടുത്തു പോകുന്നിരുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ അവർ പ്രീണനം നടത്തിയിരുന്നു. മറുവശത്ത് ഇന്ത്യയിലെ സാമാന്യ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ ആരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് ഒരു നടപടി അവരുടെ ഭാഗത്തുണ്ടായില്ല എന്നുള്ളതാണ്. ഈ 1-2 ഘട്ടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വികസന നേട്ടങ്ങളൊക്കെയാണ് BJP മുന്നോട്ട് വെച്ച്. മോദിയുടെ പ്രസംഗങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു, മോദിയുടെ ഗ്യാരണ്ടി അതൊക്കെ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ 3-ാം ഘട്ടത്തിലേക്കൊക്കെ കടന്നപ്പോൾ അത് കേൾക്കുന്നേയില്ല എന്നാണ് ആരോപണം. അങ്ങനെ തോന്നിയോ? അല്ല, ഒരു ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. 1 മാസത്തിലധികം ഏപ്രിൽ 19 തുടങ്ങി ജൂൺ വരെ, അതായത് ഏപ്രിൽ മാസത്തിൻ്റെ പകുതിയിൽ തുടങ്ങി 1.5 മാസം കഴിഞ്ഞ് ജൂൺ മാസം ആദ്യം മാത്രമാണ് കഴിയുന്നത്. 1.5 മാസം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അജണ്ടയിൽ മാത്രം അങ്ങനെ പോവുക എന്ന് പറയുന്നത് എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയില്ല. വികസന അജണ്ട വികസനമായിട്ട് തന്നെ മുൻപിലുണ്ട്, അത് ആൾക്കാരുടെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. അതിനകത്ത് ഇനിയിപ്പോൾ ബിൽഡ് ചെയ്തിട്ടിരിക്കുന്ന റോഡുകളായിരുന്നാലും എയർപോർട്ടുകളായിരുന്നാലും ആശുപത്രികളായിരുന്നാലും കൊടുത്തിരിക്കുന്ന ധാന്യങ്ങളായിരുന്നാലും ഇതിനെ ഒന്നും ആർക്കും ഒരിടത്തു നിന്നും എടുത്തു മാറ്റാൻ കഴിയില്ല. വീട്ടിൽ ലഭിച്ചിരിക്കുന്ന വൈദ്യുതി, ടോയ്ലറ്റ്, 3 കോടിയോളം വീടുകൾ, ഇതിനെയൊക്കെ എങ്ങനെ എടുത്തു മാറ്റാൻ പറ്റും? ഇതെല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷെ കോൺഗ്രസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇവിടെ BJPയുടെ വികസന നേട്ടം ജനങ്ങളിലേക്ക് നേരിട്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തേത് രാജീവ് ഗാന്ധി പറഞ്ഞിരുന്നത് ഒരു രൂപ കൊടുക്കുമ്പോൾ 90 പൈസ ഇടനിലക്കാർ കൊണ്ടുപോയി 10 പൈസ മാത്രം ബെനിഫിഷ്യറിയുടെ കിട്ടുന്ന അവസ്ഥയല്ല. കിട്ടേണ്ടതൊക്കെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം അവർക്കറിയാം. ഇവിടെ തുറന്നു കാട്ടേണ്ടത് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തിനെയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കോൺഗ്രസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പ്ലാനാണ്. അവർക്ക് ഭാരതത്തെക്കുറിച്ചിട്ടൊരു വിഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ സാമാന്യ ജനത ആ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുന്ന വിഷയത്തെ അതിൻ്റെ കൃത്യമായ മെറിറ്റിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ചർച്ച നടത്തേണ്ടതാണ്. അപ്പോൾ ആ ചർച്ചയിലേക്ക് ജനങ്ങൾ പോകണം. കോൺഗ്രസ് ഈ മുമ്പോട്ട് വയ്ക്കുന്ന പ്ലാൻ എത്ര അപകടം നിറഞ്ഞതാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ആൾക്കാർക്ക് മനസ്സിലാവണം. അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു വിഷൻ ഇല്ല എന്ന് മനസ്സിലാവുന്നേ. ഇപ്പോൾ കോൺഗ്രസ് പ്രധാനമായിട്ട് ഇലക്ഷനിൽ മുമ്പോട്ട് വയ്ക്കുന്ന കാസ്റ്റ് സെൻസസ് ആണ്. ഈ കാസ്റ്റ് സെൻസസ് കൂടുതൽ ചർച്ചയാവുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് BJP ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് പ്രതിപക്ഷത്തിൻ്റെ ഷാലോനെസ് ആണ്, അവരുടെ പൊള്ളത്തരമാണ്, അവരുടെ ആഴമില്ലായ്മയാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. അത് അവർക്ക് തന്നെ ഒരു നയമില്ല. അപ്പോൾ അതാണ് സാം പിട്രോഡയോട് ചോദിക്കുന്നത്, എന്താണ് നിങ്ങളിത് എങ്ങനെ നടപ്പിലാക്കും? അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഐഡിയ ഇല്ല പറയാൻ.
ഒരു ക്ലീൻ ആയിട്ടൊരു പ്ലാൻ ഇല്ല പ്രസന്റ്. അപ്പം ഇൻഹെറിറ്റൻസ് ടാക്സ് പോലെയുള്ളവ നമുക്ക് ആലോചിക്കാവുന്നതാണ് അദ്ദേഹം പറയുന്ന സാഹചര്യമാണുള്ളത്. അതിൻ്റെ അർത്ഥം ഇത് തുറന്നു കാട്ടപ്പെടണ്ടേ? അതുകൊണ്ടാണ് അടുത്ത ഇലക്ഷൻ്റെ അടുത്ത ഫേസുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ഇതിലേക്ക് പോകേണ്ടി വരുന്നത്. നരേന്ദ്രമോദിയുടെ പദയാത്ര അയോധ്യയിലെ, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ രാമക്ഷേത്ര ദർശനം, അതൊക്കെ എന്തോ വലിയ അപരാധമായിട്ടാണ് കരുതുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാമക്ഷേത്രത്തിൽ പോകുന്നു. രാജീവ് ഗാന്ധി പോലും ചെയ്ത കാര്യങ്ങളല്ലേ? പക്ഷെ അതൊക്കെ മറന്നുകൊണ്ടല്ലേ ഇപ്പോൾ കോൺഗ്രസ് മാത്രമല്ല മറ്റ് പാർട്ടികളുമുണ്ട്. ഈ രാമക്ഷേത്രം പണിഞ്ഞതിനെ തന്നെ ഒരു മഹാപരാധമായിട്ടാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെപ്പോഴാണ് രാമക്ഷേത്രത്തിന് അനുകൂലമായിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്? ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. ഒരു രാമക്ഷേത്രം പണിഞ്ഞത് തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിലെ തീരാ കളങ്കം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ ഒരു പ്രധാനമന്ത്രി അവിടെ പോകുന്നതിനെ അവരെങ്ങനെ വിശേഷിപ്പിക്കും എന്നാണ് നമ്മൾ കരുതേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ശ്രീരാമൻ്റെ തിരിച്ചുവരവ് നമ്മൾ ആഘോഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് പ്രതിജ്ഞ എടുത്ത ഒരു സംഘടന തന്നെയാണ് നമ്മളത് ചെയ്തിട്ടുണ്ട്. അവിടെ പോകാൻ ഏറ്റവും അധികം റൈറ്റുള്ള ആൾ പ്രധാനമന്ത്രി തന്നെയാണ്. കഴിഞ്ഞ 30 ദിവസം രാഷ്ട്രപതി അവിടെ പോയി പൂജ നടത്തിയിരുന്നു, ആരതി നടത്തിയിരുന്നു. ഇത്രയും കാലം രാഷ്ട്രപതിക്കകത്ത് എൻട്രി കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. അപ്പോൾ രാഷ്ട്രപതി അവിടെ പോയിട്ട് ആരതി നടത്തിയ ഒരു സ്ത്രീയാണ്, ആദിവാസി സ്ത്രീയാണ്. അവരവിടെ പോയിട്ട് ആരതി നടത്തിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു മെസ്സേജ് ഇന്ത്യൻ സാമാന്യ ജനതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിജി ഒരു പിന്നോക്കക്കാരനായിട്ടുള്ള ആളാണ്. അദ്ദേഹം അവിടെ പോയിരുന്നുണ്ട്, തൊഴുന്നുണ്ട്. അതിനെന്താണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രശ്നം, പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമനെ വല്ലാതെ അങ്ങ് ഭയക്കുന്നുണ്ട്. ശ്രീരാമനെ ഭയക്കുന്നത് ആരാണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ അവർ ശ്രീരാമനെ ഭയക്കുന്നുണ്ട്, ശ്രീരാമൻ്റെ തിരിച്ചുവരവിനെ ഭയക്കുന്നുണ്ട്, ആ ക്ഷേത്രത്തിനെ ഭയക്കുന്നുണ്ട്. അങ്ങനെ ഭയക്കുന്ന രാവണന്മാരെ നമ്മൾ ഭയക്കുന്ന കേൾക്കേണ്ട കാര്യവും നമുക്കില്ല. BJPയുടെ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു. അതുപോലെ ആത്മവിശ്വാസം തകർന്നിരിക്കുന്നു. ആദ്യം പറഞ്ഞിരുന്നത് തുടക്ക സമയത്ത്, തെരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ടത്തിൽ പ്രചാരണ സമയത്തൊക്കെ പറഞ്ഞിരുന്നത് 400 സീറ്റ് എന്നാണ്. പക്ഷേ അത് ഇപ്പോൾ പറയുന്നേ ഇല്ല, മോദി അടക്കം എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അല്പസമയം മുമ്പ് വരെ നേതാക്കൾ പറഞ്ഞത് അങ്ങനെയാണ്. BJPയുടെ സ്ലോഗൻ ഇപ്പോഴും അബ് കി ബാർ 400 പാർ എന്ന് തന്നെയാണ്. അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. BJP എല്ലായിടത്തും ആവർത്തിച്ച് പറയുന്നതും താഴെത്തട്ടിൽ ഗ്രൗണ്ടിൽ പറയുന്നതും 400-1 ഈ മണ്ഡലം എന്നുള്ള തലത്തിൽ തന്നെയാണ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം 1.5 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലല്ലോ. വിവിധ വിഷയങ്ങൾ വരും, വിവിധ വിഷയങ്ങളിലൂടെ അത് മാറി പോകും. പിന്നെ BJP അജണ്ട സെറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിലെ ചർച്ചകളിലൊരു ബൈറ്റ് ഞാൻ കണ്ടായിരുന്നു. BJP അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു ിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ അജണ്ടയുടെ പുറകെ BJP പോകുന്നു എന്നുള്ള തലത്തിൽ എത്ര തെറ്റായ ഒരു പൊളിറ്റിക്കൽ റീഡിംഗ് ആണെന്നാണ്. കാരണം വെച്ചാൽ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഇറങ്ങിയപ്പോൾ അതാരും ചർച്ച ചെയ്തില്ല. അത് ചർച്ച ചെയ്യപ്പെട്ടത് എപ്പോഴാണ്? അത് പ്രധാനമന്ത്രി അത് പറയുമ്പോഴാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം അത് ചർച്ച ചെയ്യപ്പെടണമെന്ന് നരേന്ദ്രമോദിജി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അത് ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചർച്ചയല്ല. അത് BJP അതെടുത്തപ്പോൾ, പ്രധാനമന്ത്രി അതെടുത്തപ്പോൾ മാത്രമാണ് അത് ചർച്ചയായിരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അത് കാരണം കോൺഗ്രസ് അവിടെ സെൽഫ് ഗോളിനുള്ള ഒരു വഴിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് BJP നേതൃത്വത്തിനും പ്രധാനമന്ത്രിക്കും ഉണ്ടായതുകൊണ്ടാണല്ലോ അത് കൃത്യമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ്? BJP ആണ് കൊണ്ടുവന്നിരിക്കുന്നത്, പ്രധാനമന്ത്രിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അജണ്ട ഇപ്പോഴും നിശ്ചയിക്കുന്നത് ആരാണ്? ഇവർ ഈ പറയുന്ന നാഴികയ്ക്ക് 40 വട്ടം പ്രധാനമന്ത്രി 400 പറയുന്നില്ല, പ്രധാനമന്ത്രി വർഗീയത പറയുന്നു, പ്രധാനമന്ത്രി അങ്ങനെയെന്ന്, പ്രധാനമന്ത്രി ഇങ്ങനെയെന്ന്. ഇതേ ഇവർ എന്നെ പറയുന്നു പ്രധാനമന്ത്രി അജണ്ട സെറ്റ് ചെയ്യുന്നില്ല. ഇവർ ചർച്ച നടത്തുന്നത് മുഴുവൻ അദ്ദേഹം പറയുന്ന വിഷയങ്ങളിൽ നിന്നുകൊണ്ടാണെന്നേ. എന്നിട്ട് ഇവർ തന്നെ പറയുന്നു പ്രധാനമന്ത്രി അജണ്ട സെറ്റ് ചെയ്യുന്നില്ല. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലേ. ഇപ്പോഴും പ്രധാനമന്ത്രി തന്നെയാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത്, BJP തന്നെയാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത്. ഇവരിപ്പോഴും വാലാട്ടി അതിൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ന്യൂനപക്ഷ പ്രീണനം അത് തന്നെയല്ലേ വലിയ വർഗീയത? അല്ല, ന്യൂനപക്ഷ പ്രീണനം എന്ത് പ്രീണനമായാലും വർഗീയത തന്നെയാണ്. ന്യൂനപക്ഷ പ്രീണനമായാലും ശരി തന്നെയാണ്, ഭൂരിപക്ഷ പ്രീണനമായാലും ശരി തന്നെയാണ്. അത് ഒരുപോലെ വർഗീയത തന്നെയാണ്. എന്തിനാണ് നമ്മൾ പ്രീണനം എന്ന് പറയേണ്ടത്? അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്. അതായത് ന്യായമായി ഒരാൾക്ക് ലഭിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, നമുക്ക് ന്യായമായിട്ട് ഒരാൾക്കാണ് ലഭിക്കേണ്ടത്. പക്ഷേ അത് അയാൾക്ക് നൽകാതെ മറ്റൊരാൾക്ക് നൽകാൻ വേണ്ടിയിട്ട്
നിലപാട് വരുന്നു. ഇതിനെയാണ് നമ്മൾ പ്രീണനം എന്ന് പറയുന്നത്. അല്ലാണ്ട് ന്യായമായി ലഭിക്കേണ്ടുന്ന ഒന്ന് നമുക്ക് തന്നെ ലഭിക്കുന്നതിനെ കൊടുക്കാൻ തീരുമാനിക്കുന്നത് പ്രീണനം എന്ന് പറയാൻ കഴിയില്ല. അതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഈ കാസ്റ്റ് സെൻസസിന്റെ വിഷയം ഉൾപ്പെടെ എടുത്തു വെക്കുകയാണ്. എടുത്തു വെച്ചിട്ട് ഒരു വിഭാഗത്തിനാണ് ഇതിനകത്ത് ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആ വിഭാഗത്തിനാണ് കൊടുക്കേണ്ടതെന്ന് പറയും. ഇതിനെയല്ലേ നമ്മൾ പ്രീണനം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ BJP വന്നിട്ട് പറയുകയാണ്, ഇപ്പൊ BJP ഹിന്ദു പ്രീണനം നടത്തുന്ന പാർട്ടിയാണ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ BJP പറയണം ഇവിടുത്തെ റിസോഴ്സസിന്റെ ഫസ്റ്റ് റൈറ്റ് ഹിന്ദുസിനാണ്. പിന്നെ BJP പറഞ്ഞാൽ അത് പ്രീണനമാണ്. BJP അങ്ങനെ പറയുകയാണെങ്കിൽ അത് പ്രീണനമാണ്. പക്ഷെ കോൺഗ്രസിന് എന്തും പറയാം. ഇതൊരു തരം എന്താണ്, ചിലർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഇപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ എന്നോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞിരുന്നത്, ശശി തരൂർ ഇപ്പൊ 3 തവണ കല്യാണം കഴിച്ചു. അയാൾ 4 കെട്ടിയാലും 5 കെട്ടിയാലും ആർക്കും ഒരു കുഴപ്പമില്ല. ഇപ്പൊ മറ്റൊരാൾ ഒരു സന്യാസ തുല്യനായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അതിപ്പോ ആരും ആയിക്കൊണ്ടോട്ടെ, അദ്ദേഹം 1 തവണ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പ്രശ്നമാണ്. അത് ചിലർക്ക് കൊടുത്തിരിക്കുന്ന പ്രിവിലേജ് ആണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവർക്ക് എത്ര വേണമെങ്കിലും പ്രീണനം നടത്താം, ഇവർക്ക് ന്യൂനപക്ഷ പ്രീണനം നടത്താം. എന്തിനേറെ പറയണമെന്ന് AK ആന്റണി എങ്ങനെയാ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നത് കേരളത്തില്? സാക്ഷാൽ AK ആന്റണി എങ്ങനെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നത്? അദ്ദേഹം തന്നെ തുറന്നു പറയേണ്ടി വരുന്നില്ല, ഇവിടെ ന്യൂനപക്ഷ പ്രീണനം നടത്തുകയാണ്, ന്യൂനപക്ഷങ്ങൾ സംഘടിതമായിട്ടുള്ള ശക്തി ഉപയോഗിച്ച് അവർ അനർഹമായിട്ടുള്ളത് നേടിയെടുക്കുന്നു എന്നുള്ളത്. അങ്ങനെയല്ല അദ്ദേഹത്തിന് ഇവിടെ നിന്ന് രാജിവെച്ചു വിടുന്നത്. ഇത് നമ്മൾ പറയുന്ന കാര്യമല്ല, അവർ തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമല്ലേ. ഇപ്പോൾ രാജ്യത്തെ വിഭവങ്ങളുടെ ആ ഒരു ലഭിക്കേണ്ട പരിഗണന, മൻമോഹൻ സിംഗിൻ്റെ ആ പ്രസംഗമുണ്ടല്ലോ, അതിൽ പോലും ആദിവാസികളടക്കമുള്ളവരെ എടുത്തു പറഞ്ഞുകൊണ്ട് എസ്പെഷ്യലി മുസൽമാൻ എന്ന് പറയുന്നുണ്ട്. അത് പ്രീണനത്തിനപ്പുറത്തെ വർഗീയതയാണ്. അതിന്റെ ആവശ്യമേ ഇല്ലല്ലോ അവിടെ പറയേണ്ടത്. അങ്ങനെ ഇവിടെ ബി.ജെ.പിയിൽ ആരും അങ്ങനെ പറഞ്ഞ് കേട്ടതേ ഇല്ല. അതെ, ഇവര് പറയുന്നത് BJP വർഗീയ പാർട്ടിയാണ്, വർഗീയ പ്രീണനം നടത്തുന്ന പാർട്ടിയാണ്. BJP ഇന്ന് വരെ ഹിന്ദുവിനോട് വന്നിട്ട് നിങ്ങൾക്ക് മാത്രമായി എന്തെങ്കിലും തരാം എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും ഇത് നടത്തിയിട്ടില്ല. ഇവിടെ റിസർവേഷൻ കൊടുക്കുന്നത് എന്തിനാണ്? ഒരിക്കലും റിസർവേഷൻ കൊടുത്തിരിക്കുന്നത് ഇക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ടായിരുന്നില്ല, സോഷ്യൽ ബാക്ക്വേർഡ്നെസ്സിനായിരുന്നു ഇവിടെ കൊടുത്തിരുന്നത്, റിസർവേഷൻ കൊടുത്തിരുന്നത്. അതായത് ഒരു കാലഘട്ടത്തിൽ വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ജനങ്ങൾ, തൊട്ടുകൂടായ്മയുടെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന ജനങ്ങൾ, അങ്ങനെ സോഷ്യലി പുറകിലേക്ക് പോയ ജനങ്ങളായിരുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് OBCയുടെ സംവരണം എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? ഇതൊരു ചോദ്യമാണ്. ഇതൊരു മുസ്ലിം വിരുദ്ധതയല്ല ചോദിക്കുന്നത്, ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എന്ത് അവകാശമാണ് അതിൻ്റെ. പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവൻ ഭരണം ഉണ്ടായിരുന്നൊരു വിഭാഗമാണ് മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത്. കേരളത്തിൽ പോലും അറക്കൽ രാജവംശങ്ങൾ പോലുള്ള വംശങ്ങളുണ്ടായിരുന്നു. കർണാടകത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ടിപ്പു സുൽത്താനും ഹൈദരാലിയും ഉൾപ്പെടെ ഭരണ സംവിധാനത്തെ നിയന്ത്രിച്ചിരുന്ന ആൾക്കാരാണ്. അവരൊരു പക്ഷേ രാജാക്കന്മാരായിരുന്നിരിക്കില്ല, മൈസൂർ രാജാവിൻ്റെ ആൾക്കാരായിട്ടായിരുന്നിരിക്കും നിലനിന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ഇവിടെ നായർ കമ്മ്യൂണിറ്റി എങ്ങനെയാണോ നിലനിന്നിരുന്നത് അതുപോലെ തന്നെയാണ് മൈസൂരിൽ അവർ നിലനിന്നിരുന്നത്. ഇതുപോലെ തന്നെയാണ് മുഗൾ സാമ്രാജ്യം ഇവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് നേരിട്ട് ഭരണം ഉണ്ടായിരുന്നു, ഭരണയന്ത്രം തിരിക്കുന്നതിൽ അവർക്ക് അവകാശം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആവുക? സോഷ്യലി ഇക്കണോമിക്കലി അവരിപ്പോൾ പല സ്ഥലങ്ങളിലും ബാക്ക്വേർഡ് ആയിരിക്കും. അത് മറ്റൊരു വിഷയമാണ്. അത് വല്ല എക്കണോമിക് വീക്കർ സെക്ഷൻ്റെ സംവരണത്തിൻ്റെ അകത്തേക്കൊക്കെ വരാൻ പറ്റുന്ന വിഷയം മാത്രമാണ്. അല്ലാണ്ട് സോഷ്യൽ ബാക്ക്വേർഡ്നെസ് അവർക്ക് ഒരു കാലഘട്ടത്തിലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ OBC സംവരണം എടുത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടി കർണാടകത്തിൽ കോൺഗ്രസ് തീരുമാനിക്കുന്നു. ഇത് പച്ചയായ പ്രീണനമാണ്. കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ന്യായമായിട്ടുള്ളൊരു കാര്യം, നീതി അർഹിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ അത് ശരിക്കും കിട്ടേണ്ടുന്ന ഒരു വിഭാഗത്തിന് കൊടുക്കാതെ ഈ വിഭാഗത്തിന് അത് കൊടുക്കാൻ ശ്രമിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കോട്ടയിൽ നിന്നെടുത്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് പ്രീണനമാണ്. ഇതാണ് കോൺഗ്രസ് ഇവിടെ ചെയ്യുന്നത്. തീർച്ചയായും ഗോകുൽ, ഏതായാലും ഇനിയും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളുണ്ട്. 2 ഘട്ടം മാത്രമേ തീർന്നിട്ടുള്ളൂ, 3-ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനിയും പ്രത്യാരോപണങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരും, കേൾക്കാം. ജൂൺ 4 ആവട്ടെ, എങ്ങനെയാണ് ഈ ആരോപണങ്ങളൊക്കെ ഏത് വഴിക്കാണ് ഏൽക്കുക എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഏത് വഴിക്ക് വന്നാലും 400 സീറ്റ് കടക്കും നമ്മൾ. ഓക്കെ, ശരി.